ജ്യോതിഷത്തിൽ സൂര്യൻ പിതാവാണെങ്കിൽ ചന്ദ്രൻ മൂൺ മാതാവാണ്. DNA ആസ്ട്രോളജിയിലും പരമ്പരാഗത ജ്യോതിഷത്തിലും ചന്ദ്രന്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. കാരണം ചന്ദ്രനാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ചന്ദ്രന്റെ പ്രധാന കാരകത്വങ്ങൾ ഇനി പറയുന്നവയാണ്. പ്രധാന കാരകത്വങ്ങൾ: 1. മാതാവ്, മദർ. ജാതകത്തിൽ അമ്മയെയും അമ്മയുടെ വംശത്തെയും മെറ്റേണൽ ലീനിയേജ് ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. അമ്മയിൽ നിന്ന് ലഭിച്ച DNA ഗുണങ്ങൾ ചന്ദ്രന്റെ നില നോക്കി മനസ്സിലാക്കാം. 2. മനസ്സ്, മൈൻഡ്. ചന്ദ്രമാ മനസ്സോ ജാതഃ. മനസ്സിന്റെ അധിപനാണ് ചന്ദ്രൻ. ഒരാളുടെ ചിന്തകൾ, വികാരങ്ങൾ അഥവാ ഇമോഷൻസ്, ഭാവന എന്നിവയെ ചന്ദ്രൻ നിയന്ത്രിക്കുന്നു. 3. ജലം, വാട്ടർ. ശരീരത്തിലെ ദ്രാവകങ്ങൾ, രക്തചംക്രമണം, കടൽ, നദികൾ, കുടിവെള്ളം എന്നിവയുടെ കാരകനാണ്. 4. ഭക്ഷണം, ഫുഡ് ആൻഡ് ഗ്രെയിൻസ്. ആഹാരം, പ്രത്യേകിച്ച് പാകം ചെയ്ത ഭക്ഷണം, അരി, റൈസ്, പാൽ എന്നിവ ചന്ദ്രന്റെ അധീനതയിലാണ്. 5. സ്ത്രീത്വം, ഫെമിനിറ്റി. സ്ത്രീ സഹജമായ ഗുണങ്ങൾ, കരുണ, സ്നേഹം, സഹായ മനസ്ഥിതി എന്നിവയെ സൂചിപ്പിക്കുന്നു. 6. യാത്രകൾ, ട്രാവൽ. സ്ഥലമാറ്റം, വിദേശയാത്രകൾ, പ്രത്യേകിച്ച് ജലമാർഗമുള്ള യാത്രകൾ എന്നിവ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 7. സൗന്ദര്യം, ബ്യൂട്ടി. മുഖകാന്തി, കണ്ണിന്റെ തെളിച്ചം, ആകർഷണ ശക്തി എന്നിവ നൽകുന്നത് ചന്ദ്രനാണ്. 8. മാറ്റങ്ങൾ, ഫ്ലക്ച്വേഷൻസ്. ചന്ദ്രൻ വൃദ്ധിക്ഷയങ്ങളുള്ള ഗ്രഹമായതിനാൽ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകളെയും വേഗത്തിലുള്ള മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. 9. കഫ പ്രകൃതം, കഫ. ആയുർവേദ പ്രകാരം ശരീരത്തിലെ കഫദോഷത്തെ ചന്ദ്രൻ പ്രതിനിധീകരിക്കുന്നു. DNA ആസ്ട്രോളജിയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയും നക്ഷത്രവും നോക്കി നിങ്ങളുടെ അമ്മയുടെ കുടുംബത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളോ കർമ്മങ്ങളോ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടെത്താം. പ്രത്യേകിച്ചും ഭക്ഷണത്തോടുള്ള താല്പര്യം, വീട് പണിയാനുള്ള യോഗം എന്നിവ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ: നിറം വെള്ള, വൈറ്റ്. രത്നം മുത്ത്, പേൾ. ദിശ വടക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ്. ലോഹം വെള്ളി, സിൽവർ. ദൈവം പാർവതി അല്ലെങ്കിൽ ശ്രീചക്ര ഉപാസന. ചന്ദ്രന്റെ സ്വാധീനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ആഴത്തിലുള്ളതാണ്. ചന്ദ്രന്റെ മറ്റ് പ്രധാനപ്പെട്ട കാരകത്വങ്ങൾ കൂടി ഇനി നൽകാം. മനസ്സും വികാരങ്ങളും. 1. ഭാവന, ഇമാജിനേഷൻ. എഴുത്തുകാർ, കലാകാരന്മാർ, കവികൾ എന്നിവർക്ക് ആവശ്യമായ സർഗാത്മകതയും ഭാവനാശക്തിയും നൽകുന്നത് ചന്ദ്രനാണ്. 2. ഓർമ്മശക്തി, മെമ്മറി. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള കഴിവും മനസ്സിലെ വൈകാരികമായ ഓർമ്മകളും ചന്ദ്രന്റെ നിയന്ത്രണത്തിലാണ്. 3. സമാധാനം, പീസ് ഓഫ് മൈൻഡ്. മനസ്സിന്റെ ശാന്തതയും അസ്വസ്ഥതയും ചന്ദ്രന്റെ ജാതകത്തിലെ ഫലത്തെ ആശ്രയിച്ചിരിക്കും. ശരീരവും ആരോഗ്യവും. 4. രക്തം, ബ്ലഡ്. ശരീരത്തിലെ രക്തചംക്രമണത്തെയും രക്തത്തിലെ ദ്രാവകാംശത്തെയും ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. 5. സ്തനങ്ങൾ, ബ്രീസ്റ്റ്. സ്ത്രീ ജാതകത്തിൽ സ്തനങ്ങളുടെയും മാതൃത്വപരമായ ശാരീരിക സവിശേഷതകളുടെയും കാരകനാണ് ചന്ദ്രൻ. 6. ഇടത് കണ്ണ്, ലെഫ്റ്റ് ഐ. പുരുഷന്മാരുടെ ജാതകത്തിൽ ഇടത് കണ്ണിനെ ചന്ദ്രൻ പ്രതിനിധീകരിക്കുന്നു. 7. ഹോർമോണുകൾ, ഹോർമോൺസ്. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളിലെ ആർത്തവ ചക്രവും ചന്ദ്രന്റെ ഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതികവും സാമൂഹികവുമായ കാര്യങ്ങൾ. 8. മാതൃവംശം, മെറ്റേണൽ ലീനിയേജ്. DNA ആസ്ട്രോളജിയിൽ അമ്മയുടെ സഹോദരങ്ങൾ, അമ്മുമ്മ എന്നിവരെയും ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. 9. കച്ചവടം, ട്രേഡ്. മുത്ത്, പവിഴം, വസ്ത്രങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ വ്യാപാരത്തെ ചന്ദ്രൻ പ്രതിനിധീകരിക്കുന്നു.
10. വീട്, ഹോം, താമസിക്കുന്ന വീട്, വീടിനുള്ളിലെ സന്തോഷം, മാതൃരാജ്യം എന്നിവ ചന്ദ്രന്റെ കാരകത്വത്തിൽ വരുന്നു. 11. കൃഷി, അഗ്രികൾച്ചർ, ചെടികളുടെ വളർച്ചയും സസ്യലതാദികളും ചന്ദ്രന്റെ തണുപ്പും വെളിച്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വഭാവ സവിശേഷതകൾ. 12. ചപലത, ഇൻകോൺസ്റ്റൻസി. ചന്ദ്രൻ പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹമായതുകൊണ്ട് മനസ്സിലെ ഉറപ്പില്ലായ്മയെയും പെട്ടെന്നുള്ള തീരുമാനമാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. 13. ദയ, കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള കരുണ, സ്നേഹം, ശുശ്രൂഷ മനോഭാവം എന്നിവ ചന്ദ്രന്റെ ഗുണങ്ങളാണ്. DNA ആസ്ട്രോളജിയിലെ ഒരു രഹസ്യം. DNA ആസ്ട്രോളജിയിൽ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം നോക്കി നിങ്ങളുടെ പൂർവികർക്ക് ജലസ്രോതസ്സുകളുമായോ കിണർ, കുളം തുടങ്ങിയവ പോലുള്ള ജലസ്രോതസ്സുകളുമായോ അല്ലെങ്കിൽ ഭക്ഷണദാനവുമായോ ഉള്ള ബന്ധം കണ്ടെത്താൻ ആകും.